അപ്പൊ നമ്മൾ വന്നിരിക്കുന്നത് ഒരു ലോങ് വീഡിയോ ആയിട്ടാണ്. കുറെ നാളായി നമ്മൾ ലോങ് വീഡിയോ ഇട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മളൊരു ലോങ് വീഡിയോ ആയിട്ടാണ് നമ്മളൊന്ന് ക്യാരറ്റ് പുഡിംഗ് ഉണ്ടാക്കാനാണ് പോകുന്നത്. അപ്പൊ അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് മുമ്പ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, ആ ബെൽ ബട്ടൺ അടിച്ചു പൊട്ടിക്കണം. അപ്പോൾ നമ്മള് വീഡിയോ കിടക്കാം. അപ്പൊ എല്ലാവർക്കും എന്താ വിശേഷം? നല്ല വിശേഷം. അപ്പൊ നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടുത്താം. അപ്പൊ നമുക്ക് ഇതാ ഒരു ക്യാരറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്, ചോപ്പ് ചെയ്തത്. പിന്നെ ഒരു കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ കസ്റ്റർഡ് പൗഡർ, മിൽക്ക് മെയ്ഡ് എടുത്തിട്ടുണ്ട്, ഒരു പാക്കറ്റ് പാല്, പിന്നെ ബൂസ്റ്റ്. അപ്പൊ ഇത്രയും സാധനം വെച്ചിട്ട് നമുക്കൊരു ക്യാരറ്റ് പുഡിംഗ് ഉണ്ടാക്കാം. നമുക്ക് വീഡിയോ കൊടുക്കാം. ഹലോ ഗൈസ്, വേണ്ട വേറെ എന്തേലും? അതും വേണ്ട, ഇതൊക്കെ പറഞ്ഞു. വേറെ എന്തേലും പറയണ്ട? ക്യാരറ്റ് നമുക്ക് ചോപ്പ് ചെയ്തിട്ടുണ്ട്. പഞ്ചസാര വൈറ്റ് കളറിൽ തന്നെ എടുത്തിട്ടുണ്ട്. പാല് പശുവിന്റെ പാല് എടുത്തിട്ടുണ്ട്. കസ്റ്റർഡ് പൗഡർ നമ്മൾ കേക്കിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ്. പിന്നെ മിൽക്ക് മെയ്ഡ് നമുക്ക് കേക്ക് പായസത്തിന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പൊ എല്ലാവരും ഉണ്ടാക്കണ്ട. ബൂസ്റ്റ് നമുക്ക് ഷേക്കിനും ഇതിനൊക്കെ പറ്റുന്നതാണ്. ഇപ്പോഴത്തെ വീഡിയോ മനോഹരമായിരിക്കുന്നു. ഒരു അടിപൊളി കിടിലൻ പാട്ടാണ്, പറയൂ. എടി തോന്നുന്നുണ്ടെങ്കിലേ ഒന്ന് പാടിയാ മതി. ഞാൻ ഏതായാലും ഒരു ശ്ലോകം ചെല്ലാൻ പോവാ. ഗ്യാസ് വേണ്ട, നമുക്ക് ഫ്രൈ പാൻ ഒക്കെ നോക്കാം. Happy birthday to you. എന്താ ചൂടാവാത്തത്? ചൂടായിട്ടിരിക്കണം. ചൂടാവും. എനിക്ക് തേങ്ങ ഇവിടെ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ചൂടാക്കാം. നമുക്കിനി നെയ്യ് ചൂടായി വരുമ്പോൾ നമുക്കിതൊന്ന് ഇട്ട് കൊടുക്കാം. പാൻ ചൂടായി വരുമ്പോൾ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊക്കെ നമുക്ക് മൂത്ത് വരുമ്പോൾ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നെയ്യൊക്കെ നമ്മൾ ഒഴിച്ചിട്ട് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇടും നമുക്ക് ഇത്ര കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കണം. നിങ്ങൾ എത്ര ക്യാരറ്റാണ് എടുക്കുന്നത് അത്രയും പഞ്ചസാര, മധുരമാണെങ്കിൽ അത്ര എടുക്കാം. ഞാൻ അതാണ് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഈ നെയ്യ് നോക്കണം, നല്ല മണം വരുന്നു, നല്ല കുട്ടി കയറുന്നു. പിന്നെ ഇതിൻ്റെ ചുവപ്പ് മാറണ വരെ, ക്യാരറ്റിൻ്റെ പച്ചവപ്പ് മാറണ വരെ നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തോക്കും. മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഐറ്റാണ്. എന്തൊരു വട്ടം ട്രൈ ചെയ്തിട്ടുണ്ട്. ഇതിന് ഫ്ലോപ്പ് ആവാന്ന് എനിക്കറിയില്ല. മതി. നന്നായിട്ട് പച്ചവ് മാറുന്ന വരെ ഇളക്കിക്കൊണ്ടിരിക്കണം.
നന്നായിട്ട് നമുക്ക് നടത്തി കൊടുക്കാം. ആ പഞ്ചസാര ഒഴുകുന്ന വരെ നമുക്ക് ഇളക്കി കൊടുക്കണം. ഈ കോമഡി ഇല്ല, ഈ കോമഡി നിന്റെ വീട്ടിലെ വിരുന്നിന് പറയുമ്പോ നിന്റെ അച്ഛനോട് പറയണം. അച്ഛൻ ചിരിച്ചിരിച്ച് മണ്ണൊപ്പിച്ചാവും. നന്നായിട്ട് നന്നായിട്ട് എടുക്കണം. ഉണ്ടായിരുന്നേ ഞാനല്ലാതെ നന്നായിട്ട് എന്താ പറയാ, നന്നായിട്ട് നമുക്ക് നോക്കിയെടുക്കാം. പച്ചച്ചവ മാറുമ്പോ നമുക്ക് പച്ചച്ചവ നല്ല പെയിന്റ് തോന്നും. തുള്ളി വരുന്നുണ്ട്. അല്ലെങ്കിൽ മഴ പെയ്യുമ്പോ തവളക്ക് ഇതാവുമ്പോ മഴ പെയ്യുന്ന ദിവസം കരഞ്ഞു പോയാലേ പാകം തുറന്നിട്ടാലേ തവള് കൂടെ കൂടും. അപ്പൊ നമുക്കറിയില്ല നമ്മുടെ തലയിൽ എന്തേലും ഒന്നും പറയില്ല തവള എന്നൊക്കെ പറയാമോ. അതുപോലെ ഞാനും ഉണ്ടാക്കിയത്. നിങ്ങൾ എന്താ പറയാ പുലിയുടെ സൗണ്ട് അല്ല ഉണ്ടാക്കിയത്. നിങ്ങൾ കമന്റ് ചെയ്യും എന്ത് സൗണ്ട് ഉണ്ടാക്കിയിട്ടില്ല. നിങ്ങളിത് കഴിച്ചിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്താ. ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കി നോക്കുന്നത്. പിന്നെ ഉമ്മ ഒരുപാട് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഫേസ്ബുക്ക് ഓർമ്മ ഞാനാണ് നിങ്ങൾക്ക് ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അത് രണ്ടാമത്തെ തവണയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് ഉണ്ടാക്കുന്നത്. നമ്മള് അപ്പൊ ആദ്യമായിട്ടാണ് ഉണ്ടാക്കണത്. നമ്മള് അതിൻ്റെതായിട്ടുള്ള കുറച്ച് തട്ടിമുട്ടലൊക്കെ ഉണ്ടാകും. ഏതാണ്ട് ഇതൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. പച്ചച്ചവൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിതില് പാൽ കൊടുക്കാം. അതിൽ പാകത്തിനുള്ള പാൽ വെച്ചാൽ മതി കേട്ടോ. നമുക്കിത് ഇട്ടിട്ട് നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം. നന്നായിട്ട് നമുക്ക് കുറുക്കിയെടുക്കാം. കൊളാക്കാൻ വേണ്ടി വന്നേക്കാം. നമ്മളൊരു സാധനം ഉണ്ടാക്കുമ്പോ നല്ലതാണ് പറയാം കേട്ടാ. അത് ആരായാലും അറിയാം. അവിടെ ടിഷ്യൂ അത്രയാണ്. അപ്പൊ ഞാൻ കുറച്ച് തിന്നുമ്പോ ചോറെടുത്ത് പീച്ചക്ക് ഞാൻ ആരായാലും അങ്ങനെയല്ലേ പറയാ. അപ്പൊ ഇതും ഭക്ഷണല്ലേ? അല്ല ഒരു ഭക്ഷണം പീച്ചിട്ടാ തിന്നാ. ഭക്ഷണം പീച്ചിട്ടാണോ തിന്നാ? എനിക്ക് കുഞ്ഞ കുട്ടിയാ. ആ കുഞ്ഞോട്ട് പോലെ നിന്നെ പോലെ പീച്ചുകൾ എടുത്ത് തിന്നണം പീച്ചാ. അപ്പൊ തിന്നൂടെ ഞാൻ പീച്ചണ കൊപ്പിടാനും എടുത്തിട്ടാ മികത്തിട്ട് കണ്ടോ. എന്നാ പോടുന്നു സൗകര്യമില്ല. ഇല്ല ഇങ്ങനെ നല്ലണ്ട. നന്നായിട്ട് നമുക്കിതാ കുറുകി വന്നിട്ടുണ്ട്. വറ്റി പാലൊക്കെ വറ്റിയിട്ടുണ്ട്. നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പൊ നമ്മള് ക്യാരറ്റും പഞ്ചസാരയും നന്നായിട്ട് ഉരുക്കിയിട്ട് പാലൊക്കെ ഒഴിച്ചിട്ട് കുറുകിയിട്ട് ഉള്ളത് നിങ്ങൾ ഏത് പാത്രത്തിലാണോ പുഡിങ് ഉണ്ടാക്കണത് അതിൽ സെർവ് ചെയ്ത് വെക്കുക. ഇത് നന്നായിട്ട് പരത്തണം. ചൂട് മാറണം കേട്ടോ. നമുക്കിനി പാലും കസ്റ്റർഡ് പൗഡറും മിൽക്ക് മെയ്ഡും ഇട്ടിട്ട് വറ്റിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഇനി പാല് ചൂടാക്കി എടുക്കാം. ഞാനിവിടെ 1.5 കപ്പ് പാലാണ് എടുക്കുന്നത്. നമുക്ക് നന്നായിട്ട് ചൂടാക്കാം. ചൂട് ഒരു കയ്യബദ്ധം നാറ്റുകരുത്. നമുക്ക് കൈ എടുക്കാതെ ഇളക്കി കൊടുക്കാം. നമുക്ക് എന്നിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് വേറൊരു ബൗളിൽ ഞാനിവിടെ കസ്റ്റർഡ് പൗഡർ വേറെ പാലിൽ ഇതാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് മിക്സ് ആക്കി വെച്ചിട്ടുണ്ട്. നമുക്കിത് തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതൊന്നാക്കി ഇട്ട് കൊടുക്കാം. നന്നാക്കി വെച്ച് കൊടുക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ എത്ര പഞ്ചസാര വേണം അത്ര ഇട്ട് കൊടുക്കാം.
ഞങ്ങളുടെ അരക്കപ്പം ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തിളച്ച് വന്നിട്ട് നമുക്കിത് നയിച്ചു കൊടുക്കാം. ഇരിക്കാതെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. അടി പിടിക്കും. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അത് തിളച്ച് വരുന്നുണ്ട്, കുറുക്കി വരണം. അപ്പോൾ അടി പിടിക്കും. കഴിക്കാണ്ട് ഇളക്കി കൊടുക്കണം ഞാൻ പ്രത്യേകം പറയുന്നത്. തിളക്കുന്നുണ്ട്. നമുക്ക് ഇതിന് ഇത്തിരി പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്താൽ മതി. നമുക്കതുപോലെ നമുക്ക് അടുത്ത മിൽക്ക് മെയ്ഡാണ് വെച്ച് കൊടുക്കാം. വെച്ചിട്ടുണ്ട്. പേസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇത് ചൂടാറാൻ വെക്കാം. ചൂടാറാൻ വെച്ചിട്ട് നമുക്ക് ഇത് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ചൂടാറാൻ. അപ്പോൾ ഗൈസ് നമ്മുടെ ഇത് വൈകിട്ട് പാലിവിടെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ക്യാരറ്റിന്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പൊന്തണില്ല. അങ്ങനല്ല, അത് ക്യാരറ്റാണ് അങ്ങോട്ട് വെച്ചോണ്ട്. നമ്മുടെ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബൂസ്റ്റ് നമുക്ക് മുകളിൽ ഗാർണിഷ് പോലെ വിതറി കൊടുക്കാം. നട്ട്സ് ഉണ്ടെങ്കിൽ അതും കൂടി അത് ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താലും മതി. ഞങ്ങൾ ഇപ്പം നട്ട്സ് ഇല്ലാത്തതുകൊണ്ടാണ് ബൂസ്റ്റ് ഇട്ട് കൊടുത്തത്. നേരത്തെ അവള് ബൂസ്റ്റ് കുറച്ച് ചെയ്തോണ്ടാണ് ബൂസ്റ്റ് കഴിക്കുന്നത്. പിന്നെ താത്താക്കും ബൂസ്റ്റ് കൊതിയും തക്കും ബൂസ്റ്റ് കൊതിയൊക്കെയുണ്ട്. അപ്പൊ ഇത് നമ്മളിവിടെ സാമ്പാറിന്റെ പോലെ ഉണ്ട്. സാമ്പാറിന്റെ പോലെ ബൂസ്റ്റ് വിതറി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ ഇത്തിരി ഉരുളക്കിഴങ്ങും കുമ്പളയും കൊണ്ടിട്ടുണ്ട്. അപ്പൊ പിന്നെ ഉണ്ട് അപ്പൊ ഇത് സെറ്റ് ആയിട്ട് നമുക്കിനി ഇത് ഫ്രീസറിൽ കൊണ്ടുവയ്ക്കാം. ഇതിൽ 1 hour വെക്കാം. നമുക്ക് A few moments later. 1 മണിക്കൂറിന് ശേഷം നമ്മൾ നമ്മുടെ സംഭവം ഫ്രിഡ്ജിനെടുത്തു. അപ്പം ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമുക്കിനി ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉള്ളത് പോലെ കളയണം. അടിപൊളി. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയായിരിക്കണം. ഇഷ്ടപ്പെടുകയെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടൺ അടിച്ചു പൊട്ടിക്കുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ നമ്മൾ വരുന്നതായിരിക്കും. അപ്പോഴേക്കും ബൈ ബൈ.